സദ്വശരണം ഇന്ന് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗിരി വാർഡ് മെമ്പറായ ഉഷ അവറുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്നേഹ സമ്മാനം വിതരണം ചെയ്യുകയുണ്ടായി. എന്നുവെച്ചാൽ +2, 10ാം ക്ലാസ് അങ്ങനെ താഴത്തേക്ക് വരുന്ന ഒട്ടനവധി കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയതും നല്ല ഉയർന്ന മാർക്ക് നേടിയതായ കുട്ടികൾക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി, ട്രോഫി കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിൻ്റെ കുറച്ച് സ്നേഹ സമ്മാനങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള അവസരം കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നതിന് ഈ വാർഡ് മെമ്പർക്ക് നമ്മുടെ എല്ലാവിധ സ്നേഹാദരങ്ങളും അറിയിക്കുകയാണ്. കൂടാതെ ആ പ്രസക്ത ചടങ്ങിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ കിരൺദാസ് പൂലന്തറ, രാധാകൃഷ്ണൻജി, പിന്നെ വേളാവൂർ വാർഡ് മെമ്പർ, കോലിയക്കോട് വാർഡ് മെമ്പർ മഹേന്ദ്രൻ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നതിന് വാർഡ് മെമ്പറിനും ആ സംഘാടകർക്കും അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഗുരുവിൻ്റെ പേരിൽ ഒട്ടനവധി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു കഴിവും പ്രാപ്തിയും നമ്മൾക്കുണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്ന് നടന്ന ആ പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങൾ കാണിക്കാം. മറ്റൊന്നുമല്ല, കൊച്ചു കാര്യങ്ങളാണ്. അത് കുട്ടികൾക്ക് പഠനത്തിൽ, കാരണം നല്ല രീതിയിൽ പഠിക്കാനും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അവിടെ സംസാരിച്ചത്. മനസ്സിലായി? കാരണം ഒരുപാട് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പഠിച്ച് മാതാപിതാക്കൾ ഇച്ഛിക്കുന്ന രീതിയിലും സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലും അവനവനും സമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ കുട്ടികൾ വളർന്നു വരേണ്ട ആവശ്യകതകളെക്കുറിച്ചാണ് അവിടെ എല്ലാവരും തന്നെ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ജസ്റ്റ് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ നടക്കുന്ന അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മിടുക്കരായ കുട്ടികളെ, അവരുടെ രക്ഷകർത്താക്കളെ, അതുപോലെ ഇവിടെ നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾക്ക് ഉൾപ്പെടെ നമുക്ക് സമ്മാനിച്ച ചന്ദ്രബാബു ഉൾപ്പെടെയുള്ള മകൻ നമ്മുടെ മലയപ്പോട് സഹപ്രവർത്തകരെ, അതായത് നമ്മളെ എല്ലാ വർഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാനറിൽ പാസ്സാകുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കി വരുന്ന SSLCക്കും പ്ലസ് ടൂവിനും പഠിക്കുന്ന കുട്ടികൾക്ക് ആഗ്രഹിക്കാറുണ്ട്. അത് കഴിഞ്ഞ തവണകളിൽ നമ്മളെല്ലാ വീടുകളിലും പോയിട്ടാണ് നമ്മളത് പുറത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് അതിന് വിപരീതമായിട്ട് നമുക്കിവിടെ ഒരു ശാന്തിഗിരി വാർഡിൻ്റെ ഒരു മെമ്പർ ഉണ്ടാവുകയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്കതില്ലാത്തത് കൊണ്ടാണ് നമ്മളെല്ലാ വീടുകളിലും പോയി നമ്മളത് വിതരണം ചെയ്തത്. ഇത് നമുക്കൊരു ബന്ധമുണ്ട്, നമുക്കൊരു ആസ്ഥാനം ഉണ്ട്. നമ്മളൊരു
ഉചിതമായ രീതിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അത് വിതരണം ചെയ്യാമെന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യോഗം നമ്മൾ ഇന്നത്തെ സംഘടിപ്പിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. ഒന്നാമത് എനിക്ക് ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥതയുണ്ട്, സുഖമില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് അതുപോലെ തന്നെ കിരൺദാസും ഒക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. സജീവ പ്രവർത്തനം വാർഡിന്റെ ചുമതലയുള്ള ഷാജി അവர்கள், അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനായ ബ്ലോക്കിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് മെമ്പറുടെ രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ മുൻ മണ്ഡല പ്രസിഡന്റും DCC മെമ്പറും ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറുകൂടിയായ മൂലിയക്കോട് മണ്ഡലത്തിൽ, അതുപോലെ ആശാവർക്കറുമായ മല്ലിക, അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ലിജ, അതുപോലെ ആനന്ദപുരത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നൗഷാദ്, മറ്റ് സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ ഇതിനെ സഹായിച്ചിട്ടുള്ള നമ്മുടെ ശാന്തിഗിരി പാർട്ടി ഈ കുട്ടികൾ ചെറിയ സഹായമാണെങ്കിലും ഒരു വലിയ കാര്യമായി കണക്കാക്കിയിട്ട് കൊണ്ടുള്ള സഹായിച്ചിട്ടുള്ള ചന്ദ്രബാബു അവരുടെ അതുപോലെ നമ്മുടെ അത്തോറിന്റെ നമ്മുടെ അത്തോറിന്റെ കുട്ടികൾ, അതുപോലെ സഹോദരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വർഷവും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളെ വീടുകളിൽ പോയി ഞങ്ങൾ അവരെ അഭിനന്ദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ നമ്മുടെ ശാന്തിഗിരിയിലെ കുറേ കാലത്തിന് ശേഷം നമ്മൾ കോൺഗ്രസിൽ പഞ്ചായത്ത് മെമ്പർ വരികയും അതിൻ്റെ ഭാഗമായി തന്നെ വേറെ വലിയ സംവിധാനങ്ങളിലേക്ക് അനുവദിക്കുവാൻ വേണ്ടി വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുവാനും അതുപോലെ തന്നെ അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുമാണ് നടക്കുന്നത്. ആ ചടങ്ങിൽ നിങ്ങളെല്ലാവരെയും കൂടി ഉന്നത വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികൾ പഴയ കാലം പോലെയുള്ള കാലഘട്ടമല്ല. നമ്മുടെ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം അവരുടെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ അവരുടെ ജീവിത നിലവാരം കൂടി ഉയർത്തുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് നടക്കേണ്ടത്. കാരണം നമ്മുടെ കുട്ടികൾ വീട്ടിൽ തന്നെ വളരെ അച്ചടക്കത്തോടെ തന്നെ മാതാപിതാക്കൾ രേഖപ്പെടുത്തി അവരെ കൂട്ടുകാരോട് കളിക്കുവാൻ വിടുവാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അവരെ വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ പല കളികളിലും സ്പോർട്സ് ഐറ്റംസിലും ഒക്കെ പറയുകയും അതുപോലെ അവരുടെ മതപരമായ പ്രാർത്ഥനകളിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം പല സാഹചര്യങ്ങളും വഴി തെറ്റുന്ന ഒരു അവസര കാലഘട്ടമാണ്. കാര്യം ഒരു 10, 18, 20 വയസ്സ് വരെ നമ്മളെ പെൺകുട്ടികൾ പ്രത്യേകിച്ചു ആൺകുട്ടികൾ തന്നെ പല കാരണം കൊണ്ടും വഴി തെറ്റുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ പ്രായത്തിൽ അത് അറിയില്ല. അവർ ആ സാഹചര്യങ്ങളിൽ നമ്മൾ വരുന്ന
പഠിക്കുമ്പോൾ ആളുകൾ പല രൂപത്തിലും നമ്മുടെ സ്നേഹം തടിച്ച് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാൻ പല രീതിയിലും നമ്മളെ സ്വാധീനിക്കാൻ പറ്റും. ആ സ്വാധീനത്തിലൊക്കെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളെടുത്ത് എല്ലാ കാര്യങ്ങളും വൈകുന്നേരത്ത് സ്കൂളിൽ പോയിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളെടുത്ത് തുറന്നു പറയുകയും അത് ചർച്ച ചെയ്തും പോകണം. കാരണം ഒരു കുഴിയിൽ ചെന്ന് ചാടാൻ പാടില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉന്നതമായ ഇന്ന കാലഘട്ടം ഇത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ നമുക്ക് കഴിയൂ. ഏത് രാജ്യത്ത് പോകണമെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ കുട്ടികളായാലും ആൺകുട്ടികളായാലും ഇവിടെ പഠിച്ച് വിദേശത്ത് പോവുക അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് തയ്യാറാക്കിയപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ബഡ്ജറ്റ് പ്രത്യേകിച്ച് പദ്ധതികളാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ച് പാസ്സായാൽ ഇവിടെ തൊഴിൽ മേഖല ഇല്ലാത്ത വരുന്നതിന്റെ ഭാഗമായി ഇവിടെ അതൊക്കെ പരിഹരിച്ച് പോകാൻ നമുക്കൊരു മുഖ്യമന്ത്രി എന്ന് വന്നിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണമൊക്കെ നമ്മൾ നടപ്പിലാക്കുകയായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എഞ്ചിനീയറൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ തൊഴിൽ മേഖലയൊക്കെ നടത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കലാകായിക മത്സരങ്ങളിൽ ഇവിടുത്തെ മാത്രമല്ല അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. കുട്ടികൾക്ക് നമുക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹവും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്ന സ്നേഹമാണ് അവർ സമൂഹത്തിലോട്ട് കൊടുക്കുന്നത്. ആ സ്നേഹം കൊടുക്കുന്നത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് എനിക്കൊക്കെ അത്രത്തോളം വിദ്യാഭ്യാസം എടുക്കാനുള്ള സാഹചര്യം അല്ലാത്ത ഒരാളാണ്. അന്നത്തെ കാലഘട്ടമാണ്. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം. എങ്ങനെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സാമ്പത്തികമായാലും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ലക്ഷ്യം മാത്രമായി നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നുള്ള ലക്ഷ്യത്തോട് മുന്നോട്ട് പോയ ആളാണ് ഞാനൊരു. ആ ലക്ഷ്യം കൊണ്ടാണ് നമുക്ക് ഓരോന്ന് നേടിയെടുക്കാൻ കഴിയുന്നത്. നമുക്ക് ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തോട് നിങ്ങൾ പഠിക്കണം. അത് നമുക്ക് എല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ വരുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യങ്ങൾ നമുക്ക് സൗകര്യം ഇല്ലാത്ത കാലത്ത് പഠിച്ച കുട്ടികളാണ് ഞങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ സൗകര്യങ്ങൾ നിങ്ങൾ മുതലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു ചെറിയ ജീവിതം വേണം. ആ ചെറിയ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഉന്നത നിലയിൽ നിങ്ങൾ എത്തണമെന്നുള്ള ഈ വേദിയിൽ പറയുകയാണ്. കാര്യം ബാക്കി നിങ്ങൾക്ക് ഇതുപോലുള്ള ഞങ്ങളൊക്കെ മുതിർന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ അനുഭവങ്ങൾ പറയുകയാണ്. ആ ലക്ഷ്യത്തോട് തന്നെ നിങ്ങൾ കൊച്ചുകുട്ടികൾ പഠിച്ച് ഇപ്പൊ ഇവിടെ SLC +2 മാർക്ക് വാങ്ങിച്ചാൽ അനുവദിക്കുന്നതാണ്. നിങ്ങളെ ഒരു പോയിന്റാണ്. നിങ്ങളുടെ ലക്ഷ്യമാണ് ഈ സമൂഹത്തിന് നിങ്ങളുടെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം ഓരോ ആളിന്റെ കഴിവും അവരുടെ പ്രസക്തി കൊണ്ടാണ് നാടിനെ നമ്മൾ ചിലപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് പല രൂപത്തിലായിരിക്കും. രാഷ്ട്രീയ രൂപത്തിലായാലും ജോലിയുടെ രൂപത്തിലായാലും കലാകാരന്റെ രൂപത്തിലായാലും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ വളർന്ന് എല്ലാ രീതിയിലും ഉന്നത നിലയിൽ എത്തണമെന്ന് മാത്രം പറയുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിക്കും. എല്ലാം വാങ്ങിച്ച് ഈ പരിപാടി എല്ലാം പങ്കെടുത്തുകൊണ്ട് പോകണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് എല്ലാം ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ ഒരു പ്രധാനപ്പെട്ട പഠനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. SLC അതുപോലെ തന്നെ +2 എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. +2വിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ഉപരിപഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ കണ്ടെടുക്കേണ്ട ഒരു മേഖലയാണ്. പിന്നെ +2വിന് അഡ്മിഷൻ കിട്ടുന്നതിനുള്ള ഒരു മാനദണ്ഡം മാത്രമായിട്ട് SLC റിസൾട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ +2 ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +2 വിദ്യാഭ്യാസമാണ്. +2 പഠനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത വിദ്യാഭ്യാസ ഘട്ടം ഏതാണ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ആലോചിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇതായിരിക്കും ഉന്നത വിജയം നേടിയ പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാളുകളിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ഉന്നത വിജയം നിങ്ങൾക്ക് നേടുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി നന്ദി. ജയിക്കും. പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സൺ, മറ്റ് പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ന് ശരിക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കുട്ടികളെ നിങ്ങൾ വിജയിച്ച അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വിജയിച്ചതിൻ്റെ ഒരു അനുമോദനം മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 10 വർഷം നമ്മൾ LKG മുതൽ അപ്പോൾ ആ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഈ കുട്ടികൾ അവർ പഠിച്ച് അവരുടെ കഠിനാധ്വാനം, അവരുടെ ആത്മാർത്ഥത, അല്ലേ, അവരുടെ അർപ്പണബോധം, ഈ 3 കാര്യങ്ങളാണ് ഇത്രയും നല്ലൊരു മാർക്ക്. അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ നല്ല ട്യൂഷൻ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു, നല്ല സ്കൂളിൽ ചേർത്തു എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ കാണിച്ച, ആ കുട്ടികൾ കാണിച്ച ഈ 3 കാര്യങ്ങൾ, ആത്മാർത്ഥതയും അവരുടെ അർപ്പണബോധവും അവരുടെ കഠിനാധ്വാനവും, ഈ 3 കാര്യങ്ങളുടെ ഒരു ഫലമാണ് ഇന്നിപ്പോൾ നമ്മളൊരു വിജയമായിട്ട് ഇവിടെ ഇപ്പോൾ ആഘോഷിച്ച് നിങ്ങൾക്കൊരു ചെറിയ പ്രൈസൊക്കെ തന്ന് അനുമോദിക്കാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര ചെയ്താലും നമ്മുടെ പേരൻസ് ഇല്ലേ, പേരൻസിന് മറക്കാൻ പാടില്ല. പേരൻസിൻ്റെ നമ്മളെ ഈ വിജയത്തിലോട്ട് കൊണ്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ പേരൻസ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആ ത്യാഗത്തെ നിങ്ങളെല്ലാവരും, കുട്ടികളെല്ലാവരും മനസ്സിൽ കണ്ടോളണം. അപ്പോൾ അവരുടെ ഉറപ്പൊഴുകി അവർ നമ്മളെ പഠിപ്പിച്ച് ഫീസ് അടച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മുടെ ഫീസും സ്കൂൾ ഫീസും എല്ലാം അടച്ച് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. ആ ഒരു ത്യാഗം നമ്മളെല്ലാവരും 10ാം ക്ലാസ് 12 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു നാഴികക്കല്ലൊന്നും അല്ല. ഇത് നമ്മുടെ ഒരു തുടക്കമാണ്, വിജയത്തിൻ്റെ തുടക്കമാണ്. എഡ്യൂക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണെങ്കിലും വിജയത്തിൻ്റെ ഒരു തുടക്കമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൂടെ പഠിച്ച എത്രയോ ആൾക്കാർ 10ാം ക്ലാസ്സിലും +2നും ഒക്കെ റാങ്ക് മേടിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ പല വഴിതിരിഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജീവിതത്തിൻ്റെ വലിയ വലിയ നിലകളിലും വലിയ വലിയ പൊസിഷനിലൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മാത്രമാണ് നമ്മൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ജീവിതത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ഏണിപ്പടി മാത്രമാണ് നമ്മുടെ 10ഉം അല്ലെങ്കിൽ 10ും 12ഉം. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇനിയും നമ്മുടെ കഠിനാധ്വാനം മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. ഒറ്റ കാര്യം കൂടെ പറയുകയാണ്, നല്ലപോലെ സ്വപ്നം കാണുക. നല്ലതുപോലെ സ്വപ്നം കണ്ട ഒരു വലിയ മലയുടെ അത്രയും ചിന്തിച്ചാൽ മാത്രമേ നമുക്കൊരു കുന്നിൻ്റെ അത്രയും കിട്ടുള്ളൂ. സോ നമ്മൾ മടിയന്മാരായിട്ട് ഉറങ്ങിയാൽ കിട്ടത്തില്ല, ഇത്ര ചിന്തിച്ചാൽ ഇത്രയും കിട്ടുള്ളൂ. സോ മാക്സിമം ചിന്തിക്കുക, നന്നായി സ്വപ്നം കാണുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പായിട്ട് എത്തും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇവിടെ ഒരു ചെറിയ അനുമോദനം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും നമ്മുടെ ഒരു എന്താണ്, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അതിനെ കാണുക. എല്ലാ വിജയങ്ങളും എല്ലാ വിദ്യാർത്ഥികളും ആദ്യമേ തന്നെ ആശംസകൾ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഈ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്ന സ്കൂളുകളിലൊക്കെ നമുക്ക് എളുപ്പം തന്നെ അഡ്മിഷൻ വാങ്ങി കൂടുതൽ പഠനം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ
അതും കൂടി ഇതിനെതിരെ കൂടി നമ്മളൊരു ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു. അതുപോലെ രക്ഷകർത്താക്കളും കുട്ടികളെ മാക്സിമം ഈ ഒരു കാരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെ തുടർന്ന് വിദ്യാഭ്യാസ പുതിയ മേഖലകളിലേക്ക് പോകുമ്പോൾ അവരെ കൂടുതലായി കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഇപ്പോൾ അവാർഡ് ഇപ്പം കരസ്ഥമാക്കാൻ സാധിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി ചെയ്യുന്നു. ഫോട്ടോ എടുത്തല്ലേ പ്ലസ് ടുവിൻ്റെ വിജയം കരസ്ഥമാക്കി. അപർണ മംഗളൻ ഫോട്ടോ കിട്ടുന്നുണ്ടല്ലോ. അപർണ വന്നില്ലേ? അപർണ എനിക്ക് കീർത്തനയ്ക്ക് ഇന്നലെ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നേഴ്സിംഗ് പാസ്സായ നേഴ്സിങ്ങിന് BSc നേഴ്സിങ്ങിന് റാങ്കോടുകൂടി പാസ്സായ കുട്ടിയാണ്. അപർണ അപർണ വന്നില്ലേ? ഉണ്ണീര മോളായിരുന്നു. ഈ ബുക്കിന്റെ ആളാണ്. കാശിനാഥ് 10ാം ക്ലാസ്സിലുള്ള കാശിനാഥ് വന്നില്ലേ? കാശിനാഥ് വന്നോ? അഫ്സാന അമ്മാൻ അഭിലഷ്
ആര്യ എസ്. അഭിലക്ഷ്. അമ്മാൻ അഭിലക്ഷ്. 10ാം ക്ലാസ് പാസ്സായതാണ്. മുഹമ്മദ് സിനാൻ എസ് വന്ന. മുഹമ്മദ് സിനാൻ എസ്. വായ്പ സൈഡ് വെച്ചു കൈ എറിഞ്ഞു അമ്മയ്യ ഫോട്ടോ എടുത്തു ശരിയാണ് എല്ലാം കിട്ടത്തില്ല. ഒന്നും കൊടുത്തില്ലെന്ന് പറയാം. സിനാനെ ആഷിക്കാറുണ്ടാ അവരായിരിക്കണം. ഇങ്ങനെ എടുക്കുമ്പോ ആരെങ്കിലും പറഞ്ഞെടുത്തതാ ആദ്യം നമ്പർ ഞാൻ പോട്ടെ. വന്നില്ല വന്നില്ലടേ സുൽത്താന കാശിനാഥ് ജിജോ വന്നാ രമ്യ അതും വന്നു ഇവാൻ സിറാജ് ഇവാൻ സിറാജ് ഇനിയെല്ലാം എടുക്കണേ. ഇനിയാണോ വീഡിയോ എടുക്കാനില്ല? എടുത്തല്ല ഞാനും കൂടെ പോകണേ. ഫോട്ടോ എടുക്കണതാണ് ഞാൻ അങ്ങോട്ട് വരാട്ടോ. ഇങ്ങോട്ട് വാടാ. Sina.
എല്ലാടി എന്റെ പേര് വിളിച്ചിട്ടും പോയില്ല. കൃഷ്ണ തീർത്ഥ അല്ല അവിടെ മോമിയായി അന്ന ഫാത്തിമ ഒരു ഫോട്ടോ എടുക്കും. അന്ന ഫാത്തിമ അന്യ പാർട്ടി വെക്കാൻ പറ്റും. ആ വീഡിയോ ഫോട്ടോ രണ്ടും ആദ്യ നിഹാൽ അല്ല ഏയ് താത്ത ആദ്യ നിഹാൽ പിന്നെ ആദിയാക്കി വേദബാല ഹിബ ഫാത്തിമ ഫാത്തിമ ആലിയ ഷെറിൻ അൽഫിയ അടുത്ത ആദിൽ നവജോത് കിട്ടോ കിട്ടണം ആദ്യം വന്നില്ലേ താഴെ നീരജ് പറഞ്ഞോ എല്ലാവരും ഫ്രണ്ടിൽ കയറിക്കണം കുഴപ്പമില്ല കിട്ടുന്നു എൻ്റെ അമ്മേ പോലെ എടുത്താൽ വീഡിയോ എടുക്കണം സ്ക്രീൻഷോട്ട് എടുത്താൽ കൊടുത്ത് കഴിഞ്ഞു എൻ്റെ ബുക്ക് കഴിഞ്ഞിട്ട് ബുക്കും കഴിഞ്ഞു ഇനിയുണ്ട് നമ്മുടെ ബുക്ക് ആടെ
ഞാൻ അതന്നെ പാർട്ടി അതേട്ടാ അതേട്ടാ